തലമുറ മാറ്റത്തിന്റെ സൂചന നൽകി ബി.ജെ.പി. നിതിൻ നബീൻ ബി.ജെ.പി. വർക്കിംഗ് പ്രസിഡന്റ്. കോൺഗ്രസ് കണ്ടുപഠിക്കേണ്ട പാഠം. കോൺഗ്രസ് പാർട്ടി ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളി നേതൃത്വ പ്രശ്നമാണ്. ഉയർത്തിക്കാട്ടാനാകെയുള്ളത് ഒരു രാഹുൽ ഗാന്ധി മാത്രമാണ്. കാലാകാലങ്ങളിൽ നേതൃത്വത്തിലേക്ക് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാതിരുന്നതാണ് കോൺഗ്രസിന് വീഴ്ചയായത്. ഇവിടെയാണ് കോൺഗ്രസ് ബി.ജെ.പിയെ കണ്ടുപഠിക്കേണ്ടത്. ഓരോ കാലഘട്ടത്തിലും കൃത്യമായി അടുത്ത തലമുറയെ ബി.ജെ.പി. നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. ബീഹാറിലെ മന്ത്രി നിതിൻ നബീനെ ബി.ജെ.പി. പാർലമെന്ററി ബോർഡ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുകയാണ്. പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടെയാണ് വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ അപ്രതീക്ഷിത നീക്കം. അടുത്ത പാർട്ടി അധ്യക്ഷനായി നിതിൻ നബീൻ എത്താനാണ് സാധ്യത. പുതിയ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ചർച്ചയിലും ഉയർന്നു വരാത്ത ഒരു നേതാവിനെയാണ് ബി.ജെ.പി. ഇപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത്. ബി.ജെ.പി. പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നാണ് നിതിൻ നബീനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ നിശ്ചയിച്ചത്. നിലവിൽ ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത്, നഗരവികസനം എന്നീ വകുപ്പുകളിൽ മന്ത്രിയാണ്. 4-ാം വട്ടം എം.എൽ.എ. ആയ നിതിൻ നബീൻ 2019 ആദ്യം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ ശേഷമാണ് ജെ.പി. നദ്ദ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. നദ്ദ തൽക്കാലം അധ്യക്ഷനായി തുടരുമെന്ന സൂചനയാണ് തീരുമാനം നൽകുന്നത്. വർക്കിംഗ് പ്രസിഡന്റായ നിതിൻ നബീൻ പിന്നീട് ഈ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത ഏറുകയാണ്. 45-കാരനായ നിതിൻ നബീനെ നിശ്ചയിച്ചത് വഴി യുവാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള നയം കൂടി ബി.ജെ.പി. പ്രകടമാക്കുകയാണ്. മുതിർന്ന ബി.ജെ.പി. നേതാവ് നബീൻ കിഷോർ സിംഗയുടെ മകനായ നിതിൻ നബീന്റെ പേര് RSSുമായി കൂടിയാലോചിച്ച ശേഷമാണ് നരേന്ദ്രമോദി നിർദ്ദേശിച്ചതെന്നാണ് സൂചന. 2006-ൽ 26-ാം വയസ്സിലാണ് നിതിൻ നബീൻ പട്ന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയത്. 2010 മുതൽ ബംഗിപ്പൂർ സീറ്റിൽ നിന്ന് 3 തവണ വിജയിച്ചു. ഛത്തീസ്ഗഡിന്റെ ചുമതല ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നബീന് നൽകിയിരുന്നു. യുവാക്കൾ പാർട്ടിയിൽ നിന്ന് അകലുന്നുവെന്ന പ്രചരണത്തിനിടെയാണ് ബീഹാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങി നിന്ന നബീനെ ബി.ജെ.പി. ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നത്.